ഇതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ കേരളത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന കോടിപതികളേ ഉള്ളൂ. കോടിപതികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കോടിപതി 1000 കോടി ക്രോസ് ചെയ്ത ആളെയാണ് ശരിക്കും എന്ത് പറയുക, കരോട്ട്പതി എന്ന് പറയേണ്ടത്. അല്ലാതെ 1 കോടിയുള്ള ആളെ അല്ല. 1000 കോടി ക്രോസ് ചെയ്യണം. അത് വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാൽ അങ്ങനത്തെ 1000കണക്കിന് ആൾക്കാരെ കാണാൻ പറ്റും. തമിഴ്നാട്ടിൽ ചെന്നാൽ അത്രയും വലിയ ഇമ്മൻസീവ് റിച്ചസ്റ്റ് പേഴ്സണാലിറ്റിയെ കാണാൻ പറ്റും. പക്ഷെ അവരാരും അത് പ്രകടിപ്പിക്കില്ല. അവരാരും ആ പോസ്റ്റിൽ നടക്കില്ല. മുസ്ലിങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും നടക്കില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ നഗരം ഏതാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം, കേട്ടങ്ങൾ ഞെട്ടും, വേണമെങ്കിൽ റിസർച്ച് ചെയ്ത് നോക്കി. ഒരു നഗരം എന്ന അർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സ്ഥലം, നോട്ട് ദുബായ്, നോട്ട് ചെന്നൈ, നോട്ട് മുംബൈ, ഗുജറാത്ത്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി. ഏതാണ്? ഗുജറാത്ത്. പക്ഷേ ഗുജറാത്തിലെ മുസ്ലിങ്ങളെ കല്യാണം നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ? ഞാൻ കൂടിയിട്ടുണ്ട് അവിടെ കുറേ കല്യാണങ്ങൾ. നമ്മൾ ഈ പ്രബോധന പ്രവർത്തനത്തിന് പോകുമ്പോൾ 50,000 രൂപയിൽ കൂടുതൽ ഖർച്ച ചെയ്യാൻ പാടില്ല, ചെലവ് ചെയ്യാൻ പാടില്ല. അവിടെ മുതലാളിമാരെ കല്യാണമാണെങ്കിലും. ഞാൻ പറയാൻ മനസ്സിലായിട്ടുണ്ടോ? അവിടുത്തെ വലിയ വലിയ സമ്പന്നരുടെ കല്യാണത്തിന് എവിടെ നടക്കുക? പള്ളിയിലൊക്കെ നിക്കാഹ് നടക്കുക. റൈറ്റ്. അവർ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? ആരോടാ ചോദിക്കുന്നത്? ഡയമണ്ട് ബിസിനസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് കച്ചവടക്കാരുള്ളത് സത്യത്തിൽ അവിടെയാണ്. അവിടെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ പേര് തന്നെ ഗിഫ്റ്റ് എന്നാണ്. ഗിഫ്റ്റ് നടക്കോ നടക്കൂല വേറെ കാര്യങ്ങൾ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ലോകത്തിൽ 1ാം സ്ഥാനത്താക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന പരിപാടിയാണ്. അത്രമാത്രം ഇമ്മൻസീവായിട്ടുള്ള റിച്ചസ്റ്റ് ആളുകളുള്ള സ്ഥലമാണ് ഗുജറാത്ത്. പക്ഷേ നമുക്കൊരിക്കലും അത്ര വലിയ, അവിടുത്തെ കുറച്ച് ഗിമ്മിക്ക് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യ മൊത്തത്തിൽ ഇപ്പോൾ ഗുജറാത്തുകാരുടെ കയ്യിലാണ്. ആണോ അല്ലേ? മോഡി ഗുജറാത്തുകാരനാണ്, അമിത് ഷാ ഗുജറാത്തുകാരനാണ്, പിന്നെ അദാനി ഗുജറാത്തുകാരനാണ്, അംബാനിയും ഗുജറാത്ത്. ബേസ് അംബാനിയുടേത് എവിടെയാണ്? ഗുജറാത്താണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാർ മിക്കവാറും ഗുജറാത്ത് ബേസ് ആയിരിക്കും. ഇനി ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, ഇവിടുത്തെ ഗോൾഡ് മാർക്കറ്റ് വരെ, ഇവിടുത്തെ ഗോൾഡ് സെൻറ്റർ ഉണ്ടല്ലോ ദുബായിൻ്റെ, അതുവരെ ഗോൾഡ് സൂക്ക് അതുവരെ നിയന്ത്രിക്കുന്നത് ഈ ഗുജറാത്തുകാരാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്തിലേക്ക് പോയാൽ മനസ്സിലാവും. കാരണം ഇവർക്ക് ഫുള്ള് ഗോൾഡ് കൊടുക്കുന്നത് ആരാണ്? നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ മലബാർ ഗോൾഡ് ആയാലും മറ്റേതായാലും ഏത് ഗോൾഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗോൾഡ് കൊടുക്കുന്ന ആളുകൾ ഗുജറാത്തീസാണ്. നമ്മൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു തലത്തിലേക്ക് നമ്മൾ പോയാലും നമ്മളൊരു പ്രകൃതം അതാണ്. കുറച്ചുണ്ടെങ്കിലും കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കുക, കുറച്ചുണ്ടെങ്കിലും കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നിന്നും മാറി നമ്മൾ നമ്മളേതായ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങുക, എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഒരു ഗുഡ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇനി നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് ആ പേജ് എടുക്കുക. പേജ് എടുത്തിട്ട്, കുഴപ്പമില്ലല്ലോ, പേജ് എടുത്തിട്ട് സോട്ട് എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ സോട്ട്? പറഞ്ഞോളി. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, അല്ലേ? എന്താണ്? SWOT. നിങ്ങളുടെ സ്ട്രെങ്ത് ഒന്ന് എഴുതിയാട്ടെ, വേഗം എഴുതിക്കട്ടാ. എന്താ സ്ട്രെങ്ത്? നമ്മുടെ കരുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എഴുതിക്കോളി. ഇത് ശ്രദ്ധിക്കണേ, 2 രീതിയിലുള്ള സ്ട്രെങ്ത് ഉണ്ട്, എക്സ്റ്റേണലും ഇൻറ്റേർണലും. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ സ്ട്രെങ്ത്? ഒന്ന് പറഞ്ഞു വയ്ക്കാട്ടെ. അല്ല, എക്സ്റ്റേണൽ ഫിസിക്കൽ, അതിൽ ഫിസിക്കലാണ്. പക്ഷേ പുറത്തേക്കുള്ളത് നമുക്ക് നല്ലൊരു വാപ്പയുണ്ട്, അത് എക്സ്റ്റേണൽ സ്ട്രെങ്ത്താണ്. നമുക്ക് സ്നേഹനിധിയായ ഒരു ഉമ്മയുണ്ട്, എക്സ്റ്റേണൽ സ്ട്രെങ്ത്താണ്. നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ ഒരു ജ്യേഷ്ഠനുണ്ട്, അതെന്താണ്? നമ്മുടെ എക്സ്റ്റേണൽ സ്ട്രെങ്ത്താണ്. നമുക്ക് എന്തുണ്ട്? കുറച്ച് സ്വത്തുക്കളുണ്ട്, അത് നമുക്കൊരു സ്ട്രെങ്ത്താണ്. അതേമാതിരി നമുക്ക് പാരമ്പര്യമുണ്ട്, എക്സ്റ്റേണൽ സ്ട്രെങ്ത്താണ്. പക്ഷേ ഇൻറ്റേർണൽ സ്ട്രെങ്ത് നിങ്ങൾ എഴുതിയാൽ മതി. അതിനിപ്പോൾ എങ്ങനെ എഴുതും? എന്താ ഇൻറ്റേർണൽ സ്ട്രെങ്ത്? യെസ്, ഇൻറ്റേർണൽ സ്ട്രെങ്ത്തിൽ ഏറ്റവും ടോപ്പ് എന്താണെന്നറിയോ? വിശാലമായ കാഴ്ചപ്പാട്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണ്ട, ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു ക്യാമ്പല്ലേ, അല്ലേ? എങ്ങനെ പോവല്ലേ? അല്ലേ? ഉറപ്പല്ലേ? നിങ്ങൾ വിശാല കാഴ്ചപ്പാടുള്ള ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒപ്പം എഴുതാൻ പറ്റും, ഒപ്പം എഴുതാം. അതെന്താ? എങ്ങനെ എഴുതുക? ഉദാഹരണത്തിന് എൻ്റെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്, എനിക്ക് ക്ഷമയുണ്ട്, അത് ഇൻറ്റേർണൽ സ്ട്രെങ്ത്താണ് ഉദാഹരണത്തിന്. അപ്പോൾ വേഗം ആലോചിക്കാമല്ലോ ക്ഷമ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അപ്പുറത്ത് എഴുതുക. എവിടെ? വീക്ക്നെസ്സിൽ എഴുതുക ക്ഷമയില്ല. ഇവിടെ ക്ഷമ ഉണ്ടെന്ന് അവിടെ ക്ഷമയില്ല എന്ന് എഴുതരുതട്ടാ. ഒരു സാധനം എവിടെയെങ്കിലും എടുത്തുള്ള എഴുതാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ് എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ, പെട്ടെന്ന് ദേഷ്യപ്പെടും ഞാൻ, അത് ഏതിലെഴുതേണ്ടത്? വീക്ക്നെസ്സിലാണ്. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ആളാണ്, അത് എഴുതേണ്ടത് എവിടെയാണ്? സ്ട്രെങ്ത്തിലാണ്. ഒന്ന് വേഗം എഴുതിയോ കേട്ടോ, ഒരു 10 എണ്ണം എഴുതിക്കോളി. കോപ്പി അടിക്കരുത് ദയവ് ചെയ്തിട്ടാ.
ഇത് കോപ്പി അടിക്കരുത്, അടുത്തുള്ളതിൻ്റെ എഴുതരുത്. ഓക്കെ, വേഗം എഴുതി നോക്കി. ജസ്റ്റ് ഒന്ന് ഇൻറ്റേർണൽ സ്ട്രെങ്ത് ഒരു 10 ഒന്ന് എഴുതി നോക്കി. എല്ലാവരും എഴുതിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു സിംഗറാണ് എന്നത് നമ്മുടെ സ്ട്രെങ്ത്താണ്. ഞാനൊരു സിംഗർ അല്ല എന്നത് എന്താണ്? വീക്ക്നെസ് ആണ്. കാരണം ആ ഭാഗത്തൊരു വീക്ക്നെസ് ആണ്. ചിലയിടത്തൊന്നും നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റൂല. ഞാനൊരു പ്രഭാഷകനാണ് എന്നതൊരു എന്താണ്? സ്ട്രെങ്ത് ആണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നത്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നത് എന്താണ്? ഈ കമ്മ്യൂണിക്കേഷനും പ്രസൻറ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. സാധാരണ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ കഴിവാണ്. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാസ്സായിട്ട് ആളുകളോട് പ്രസൻറ്റ് ചെയ്യുന്ന കഴിവാണ്. അപ്പോൾ ഈ ലീഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു സിദ്ധി കൂടിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ പറയും പ്രസംഗത്തിലൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, പ്രവർത്തനത്തിലാണ്. ലോകത്തിലെ ഒട്ടുമിക്ക ലീഡേഴ്സും 90% നിങ്ങൾ എടുത്താലും അവരെല്ലാവരും ആളുകളോട് സംവദിച്ചവരാണ്, ആളുകളോട് സംസാരിച്ചവരാണ്. അതുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അതിനെ കാലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അല്ലാതെ പ്രവർത്തനം, ശരി പ്രവർത്തനമൊക്കെ നല്ലതാണ്, പക്ഷേ 2 വാക്ക് സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കാൻ പറ്റണം. കാരണം ഈ പ്രവർത്തിക്കുന്ന നിങ്ങളെ എങ്ങാനും ഒന്ന് പാർലമെൻറ്റിലേക്ക് അയക്കുകയാണെങ്കിൽ അവിടെ മിണ്ടാതിരിക്കരുത്. ഈ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഒന്ന് നിയമസഭയിലേക്ക് അയച്ചാൽ ഞാൻ പ്രവർത്തനത്തിലേ വിശ്വസിക്കുള്ളൂ, അതുകൊണ്ട് ഇവിടെ മിണ്ടാനൊന്നും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപോകാൻ പറ്റൂല. സ്ട്രെങ്ത്തിൽ പെട്ടതാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്തിൽ ഒന്നാണ് ആളുകളെ കേൾക്കാനുള്ള മനസ്ഥിതി, അതായത് ബെസ്റ്റ് ലിസണറാണ്. അതേമാതിരി തന്നെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്കില്ല് നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതാണ്. അല്ലാത്തവരാ പണിക്ക് നിൽക്കരുതെന്ന്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള സ്കില്ല്. പിന്നെ ലീഡേഴ്സിന് ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ലവബിൾ ആയിട്ടുള്ള ആളാവുക എന്നത്. ആരെയും സ്നേഹിക്കാതിരിക്കരുത്, ആരോടും വെറുപ്പുണ്ടാകരുത്. അത് നേതാക്കന്മാർക്ക് ഉണ്ടാകേണ്ട ഒന്നാണ്. ദെൻ ഒബീഡിയൻസ്, നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതാണ്. അനുസരണ, അതായത് നേതാക്കന്മാരെ അനുസരിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് മേലുള്ള നേതാക്കന്മാരുണ്ടാവുമല്ലോ, അവരെ അനുസരിക്കാതെ ഒരു നേതാവ് പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു ക്രൊണോളജിയാണ് സത്യത്തിൽ എന്ത്? അനുസരിക്കുക എന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ ലീഡർഷിപ്പിൻ്റെ തിയറിയാണ് പറഞ്ഞത്. ഇത് നമ്മളിൽ ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാനപ്പോൾ ഈ പറഞ്ഞത്. മനസ്സിലായോ അല്ലേ? എന്താ ആലോചിക്കണം മോനു? ആലോചിക്കല്ലേ? എന്നാൽ ശരി. എഡ്യൂക്കേഷൻ ഇല്ല എന്ന് നമ്മുടെ വീക്ക്നെസ്സാണ്. എഡ്യൂക്കേഷൻ ഉണ്ട് എന്നത് എന്താണ്? നമ്മുടെ. അപ്പം ഇനി ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ പണ്ടത്തെ അതൊക്കെ എൻ്റെ വിദ്യാർത്ഥികളായിരിക്കണവനൊക്കെ അവൻ അന്നും നല്ല മൊഞ്ചാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ധരിക്കണ ഒരാൾ, വിദ്യാർത്ഥികൾ കുറേ എണ്ണുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കില്ലില്ല എങ്കിൽ, ഇതില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാവണ്ട കേട്ടോ. ഇത് കാലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഉദാഹരണത്തിന് വായനയില്ല, അതെന്താണ്? നമ്മുടെ വീക്ക്നെസ്സാണ്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച് ഒരു മുഴുവൻ പുസ്തകം വായിച്ചവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഏത് ഓദറിൻ്റെ എന്ന് പറയണം കേട്ടോ, അല്ലാതെ വെറുതെ പൊക്കിയിട്ട് കാര്യമില്ല. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ടോട്ടൽ ഹിസ്റ്ററി വായിച്ച ഒരാളെങ്കിലും ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ഇറ്റ് ഈസ് ക്യാൻസിസി. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. അതായത് ഈ പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യൻ്റെ ജീവചരിത്രം നമ്മൾ വായിച്ചിട്ടില്ല. പോട്ടെ, ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ ഖബർസ്ഥാനിൽ പോയിട്ട് ഒരിക്കലെങ്കിലും ദുആ ചെയ്തവർ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കിയാട്ടെ. എന്താ, മൂന്നാളുണ്ട്. അത് വലിയ കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ, പോയിട്ട് സലാം ചൊല്ലി അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്കും അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനും പ്രാർത്ഥിച്ചവർ. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിപ്പോൾ എന്താണ്? സത്യത്തിൽ ചെന്നൈയിലുള്ള പള്ളിയിലാണ്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആൾ ഷംസുലുലമയാണ്. ഇന്ത്യക്കൊരു ഷംസുലുലമ ഉണ്ടായിരുന്നു, കേരളത്തിന് വേറൊന്നും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഷംസുലുലമ വളരെ ഫേമസ് ആണ്, അത് വേറെ ആളാണ്, ഇത് വേറെ ആളാണ്. അതിനെയാണ് നമ്മൾ എന്താക്കിയത്, ഇതിലേക്ക് പേരിട്ടത്. അതൊക്കെ വേറെ ചരിത്രങ്ങളാണ്. ഏതായിരുന്നാലും രണ്ടും ഷംസുലുലമയായിട്ട് നമുക്ക് പറയാം. കാരണം ഓരോരുത്തർ പേരിട്ടത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദർജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ, ഖബർസ്ഥാനിൽ പോയപ്പോൾ ഷംസുലുലമയുടെ ഖബറാണ് അപ്പുറത്തുള്ളത്. ഷംസുലുലമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഉത്തരേന്ത്യൻ പണ്ഡിതനായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് ചാരിക്കിടക്കുന്നുണ്ട് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ആ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ല. ഒരു തവണയെങ്കിലും അവിടെ പോയിട്ടൊന്ന് സലാം ചൊല്ലണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് കുറിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഫിലോസഫി പിന്നെ എവിടെ കിടക്കുന്നു? നമ്മുടെ ആത്മാർത്ഥത എവിടെ കിടക്കുന്നു? അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വലിയ ആത്മാർത്ഥതയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു മനുഷ്യനോടുള്ള നിസ്ബത്തല്ലേ അതിൻ്റെ വല്ലാത്തൊരു ഭാഗമാണോ അല്ലേ? ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്ഥാനത്തിന് വേണ്ടി നിന്നിട്ടേ ഇല്ല. തൻ്റെ ഉള്ള പ്രയാസങ്ങളൊക്കെയും താൻ വലിയ അവസ്ഥയിലായിരുന്നതിൽ നിന്നും താഴോട്ട് പോകേണ്ടി വന്നത് പോലും ഈ ഉമ്മത്തിനെ മാനിച്ചുകൊണ്ടാണ്, ഈ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ്, ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അതിൻ്റെ സിംബോളിസം പോലും മറന്നു പോകുന്നു. ദീനീപരമായ മനുഷ്യൻ. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ,
മദ്രാസിൽ അന്ന് നടന്ന വലിയൊരു സമ്മേളനത്തിൽ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അസർ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം. കായികമില്ലത്ത് സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അസർ ബാങ്ക് കൊടുത്തു. ആ സമയത്ത് പറയാം നമുക്ക് നിസ്കരിച്ചിട്ട് തുടങ്ങാമെന്ന്. കൂടെയുള്ള ആൾ പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് എന്താക്കാം കായികമില്ലത്ത്, നമുക്ക് പിന്നീട് നിസ്കരിച്ചാൽ പോരെ, പരിപാടി കഴിഞ്ഞിട്ട് അള്ളാഹു വിളിച്ചാൽ പിന്നെ എന്ത് മുസ്ലിം ലീഗ്. ഇതായിരുന്നു കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. നമുക്ക് ആ ചിന്താഗതിയുണ്ടോ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ വിളി വന്നാൽ പിന്നെ എന്ത് എൻ്റെ സംസാരം, എന്ത് കായികമില്ലത്തിൻ്റെ സംസാരം, എന്ത് ഇസ്മായിലിൻ്റെ, അദ്ദേഹം കായികമില്ലത്ത് സ്വന്തം പറയാറില്ല, എന്ത് മുഹമ്മദ് ഇസ്മായിലിൻ്റെ സംസാരം, പിന്നെ അള്ളാഹുവിൻ്റെ വിളിയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഇസ്സത്തോടെ ആ ഒരു ശേഷിയോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം നമ്മളും പോകണ്ടേ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു പാർട്ടി രൂപീകരിച്ചത്, ഒരു പാർട്ടിയെ വിജനായി കൊണ്ടുവന്നത് ഈ കാണുന്ന ഭരണഘടനയിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് തൻ്റെ ഒപ്പും അവിടെ കിടന്നോട്ടെ എന്ന അഭിമാനബോധത്തിൻ്റെ ഒപ്പല്ലാത്. ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് അല്പമൊന്ന് കണ്ണുനീർ വന്നുകൊണ്ട് എഴുതിയത് എന്തിനാണെന്നറിയോ? ആ ഒപ്പ് എന്തിനാണെന്നറിയോ? ഭാവിയിൽ തൻ്റെ സമൂഹത്തിന് വേണ്ടി, തൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള സിഗ്നേച്ചറായിരുന്നു അത് എന്നതാണ്. അല്ലാതെ തനിക്ക് ഭരണഘടനയിൽ ഒപ്പിടണമെന്ന മോഹം കൊണ്ടല്ല, എൻ്റെ ഒപ്പും കിടക്കട്ടെ ആ ഭരണഘടനയിൽ എന്ന മോഹം കൊണ്ടല്ല. ആ മോഹമല്ലായിരുന്നു. പക്ഷെ ആ ഒപ്പിൻ്റെ പിന്നിൽ എൻ്റെ സമൂഹം, കാരണം അന്ന് വലിയ വലിയ ആളുകൾ വരെ മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് പറഞ്ഞത് സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. തന്നെയുമല്ല, അതിനു വേണ്ടിയിട്ട് പലരെയും സമീപിച്ചിട്ട് ഇനി മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ സമ്മതിക്കരുത് എന്ന് നമുക്ക് ചരിത്രം പറയാമല്ലോ. ഇനി മുസ്ലിം ലീഗ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് നടന്നതും നെഹ്റുവാണ്. പക്ഷെ അതിനെയെല്ലാം തിരസ്കരിച്ചിട്ട് നെഹ്റുവിന് പോലും മനസ്സിലാകാത്ത ഒരു ലോകത്തിനെ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച മഹാമനുഷ്യൻ്റെ പേരാണ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അവസാനം അത് നല്ലതായിരുന്നു എന്ന് ആദ്യമായി കേരളത്തിൽ നടന്നതിൽ 12 ML, ആദ്യം 10 MLA-മാർ, പിന്നെ 12 MLA-മാർ, 5 ആളുകൾ അപ്പുറത്ത്, 5 ആളുകൾ നിന്നിട്ട് പറയാൻ തുടങ്ങിയ സമയത്താണ് ഈ സംഭവം അതിനുമപ്പുറത്താണ് എന്ന് നെഹ്റുവിനും തോന്നി തുടങ്ങിയത്. അപ്പം അത്രമാത്രം വിഷനോട് കൂടിയിട്ടായിരുന്നു സത്യത്തിൽ അന്നത്തെ പ്രവർത്തനങ്ങൾ ഓരോന്നും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. നമ്മുടെ നെഗറ്റീവ് എന്തൊക്കെയാണ്? നമ്മളൊന്ന് പറയും, എന്തൊക്കെയായിരിക്കും നമ്മുടെ നെഗറ്റീവ്? നമ്മളിപ്പോൾ ഒരു ക്ലീഷേ ടൈപ്പിലാണ് പാർട്ടിയെ കൊണ്ടുപോകണം, ആണോ അല്ലേ? ക്ലീഷേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആസ് യൂഷ്വൽ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ പോണ പോക്കിൽ ഇങ്ങനെ ഒരു പഴഞ്ചൻ മട്ടിൽ, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പഴഞ്ചൻ മട്ടിൽ കൊണ്ടുപോകണം. ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോവാൻ. അതിൽ നിന്ന് മാറണം. അതിൽ നിന്ന് മാറണം. നമ്മുടെ പാർട്ടി, ഇവിടെ ഇരിക്കുന്നവരൊക്കെ KMCC മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്കൊരു കൃത്യമായ അജണ്ട ഉണ്ടാകണം. എന്താണ് അജണ്ട? എന്തായിരിക്കണം അജണ്ട? നമുക്കെന്തെങ്കിലും നേട്ടം കിട്ടുമോ എന്നതല്ല. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ തനിക്കെന്ത് നേട്ടം കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ തന്നിലൂടെ സമൂഹത്തിന് എന്തൊക്കെ ഗുണം കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നവനാണ് നേതാവ്. ഞാൻ മനസ്സിലായോ? തനിക്കെന്ത് നേട്ടമുണ്ട് എന്ന് ചിന്തിക്കുന്നവൻ നേതാവല്ല. നേതാവ് ഒരിക്കലും മുമ്പിൽ നടക്കുന്നവനുമല്ല. നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ JCIൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ റോട്ടറി ക്ലബിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലയൺസ് ക്ലബിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇൻ്റർനാഷണൽ ട്രെയിനേഴ്സ് പറഞ്ഞു തരുന്ന വാക്ക് എന്തായിരിക്കും നമുക്ക്? അല്ലെങ്കിൽ ലോകത്തിൽ നിങ്ങൾ ഏത് ലീഡർഷിപ്പിൽ പോയാലും എന്തായിരിക്കും പറയുക? നീ മുമ്പിൽ നടക്കുക എന്നതാണ്. മുമ്പിൽ നടക്കുന്നത് ലീഡർഷിപ്പ് അല്ല. മുസ്ലിം ലീഗ് നമ്മളെ പഠിപ്പിക്കുന്ന ലീഡർഷിപ്പ് മുമ്പിൽ നടക്കലല്ല. നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാമിൻ്റെ ചിട്ടയാണല്ലോ മുസ്ലിം ലീഗ് ആയിട്ട്, ഇസ്ലാം പഠിപ്പിക്കുന്ന ലീഡർഷിപ്പ് എന്നും പിന്നിൽ നടക്കലാണ്. കാരണം പ്രവാചകന്മാർ മുഴുവനും പിന്നിൽ നടന്ന ലീഡേഴ്സാണ്. ആട്ടിടയനെ പോലെയാണ് എല്ലാവരും ഉണ്ടായത്. അതിൽ ഏറ്റവും ശക്തനായ ഒരു ലീഡറായിരുന്നു ആര്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. കരുത്തുകൊണ്ട്, മനക്കരുത്തുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് ആരുടെ പേരാ? നിങ്ങൾ പറ, ആരുടെ പേരാണ്? വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പേരിൽ ഏറ്റവും കൂടുതൽ പറയുന്ന പേര് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടേതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ. പക്ഷേ ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഷുഐബ് നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ഷുഐബ് നബിയുടെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് 10 വർഷം കൂടെ നടത്തി ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്തിനെന്നറിയോ? ആട്ടിടയനായി നടക്കാൻ, ഒരു ക്വാളിറ്റിയിലേക്ക് നയിക്കുകയായിരുന്നു. 30-ാമത്തെ വയസ്സിൽ ഷുഐബ് നബിയെ കണ്ടുമുട്ടുന്നു. 40-ാമത്തെ വയസ്സിൽ അവിടുന്ന് പിരിഞ്ഞു പോരുന്നപ്പോഴേക്ക് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് വിട പറഞ്ഞു. 40-ാമത്തെ വയസ്സിൽ തിരിച്ചു പോരുമ്പോഴാണ് ഈ കാണുന്ന കുന്നിൻ ചെരുവിൽ, അല്ലെങ്കിൽ ആ പിന്നെ തുരിസിന പർവ്വതത്തിൽ വെളിച്ചം കാണുന്നതും പ്രവാചകത്വം ഏറ്റെടുക്കുന്നതും. അതിനു മുമ്പേ
10 വർഷം ആട്ടിടയനെ പോലെ നടന്നു, ആട്ടിടയനായി നടന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആട്ടിടയൻ ഒരിക്കലും മുമ്പിൽ നടക്കാറില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആട്ടിടയൻ എവിടെ നടക്കുക ഒന്ന് പറഞ്ഞാട്ടെ. ആട്ടിൻ പറ്റങ്ങൾ പോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇപ്പോഴും ഉത്തരേന്ത്യൻ തെരുവിലൊക്കെ പോയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മരുഭൂമിയുടെ ഭാഗത്തൊക്കെ പോയാൽ നടക്കുന്നത് കാണാൻ പറ്റും. ബാക്കിലാണ് നടക്കുക. ഈ ബാക്കിൽ നടക്കുന്ന ആൾക്കൊരു ദൗത്യമുണ്ട്. സ്വന്തം നേതാവാകലല്ല, പകരം തൻ്റെ കൂട്ടത്തിലുള്ള മുഴുവൻ ആട്ടിൻ പറ്റങ്ങൾക്ക് യാതൊരു പരിക്കുമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ലീഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമികപരമായ ലീഡർ അതാണ്. തൻ്റെ കൂട്ടത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്, സ്ത്രീകൾക്ക്, യുവജനങ്ങൾക്ക്, വയോജനങ്ങൾക്ക്, അതിവൃദ്ധന്മാരായ ആളുകൾക്ക് ഒന്നും സംഭവിക്കാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ അവരുടെ പിന്നിൽ സസൂക്ഷ്മമായി നടക്കുന്നവൻ്റെ പേരാണ് ഇസ്ലാമികപരമായി ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ജസ്റ്റ് ബ്ലൈൻഡ് ഒബേ മീ, അല്ലെങ്കിൽ ബ്ലൈൻഡ്ലി ഒബേ മീ, നീ അന്ധമായി എന്നെ അനുകരിച്ചോ എന്ന് പറയുന്ന വാക്ക് നമുക്കറിഞ്ഞാൻ പാടില്ല. നമ്മളൊരിക്കലും ഇങ്ങനെ പിന്നെ ഉദാഹരണത്തിന് മണ്ഡലത്തിൻ്റെ നേതാവായി, അത് കഴിഞ്ഞ് നമുക്ക് തോന്നുകയാണെങ്കിൽ ജില്ലയിലേക്ക് കാരണം, അത് കഴിഞ്ഞിട്ട് തോന്നുകയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് കാരണം, അത് കഴിഞ്ഞിട്ട് തോന്നുക പിന്നെ നാഷണൽ കമ്മിറ്റിക്ക് കാരണം. ഇത് കേരളം തീരൂല. നേരെ മറിച്ചിട്ട്, ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഞാൻ പറയട്ടെ, ഞാൻ കുറ്റപ്പെടുത്തല്ല. നേരെ മറിച്ചിട്ട് എന്താക്കണം എന്നറിയോ? ആളുകൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ചിട്ട് നല്ലൊരു സങ്കല്പം ഉണ്ടാകണം. അതിന് നമ്മൾ ചിലപ്പോൾ ആ പാർട്ടിയുടെ നേതാവാകണമെന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകും നിങ്ങൾക്ക്? ആളുകൾക്കൊരു സങ്കല്പമുണ്ടാകും. ഇയാളെ പണി ഏൽപ്പിച്ചാൽ ഇത് നടക്കുമെന്ന ഒരു വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസത്തിന് അധിഷ്ഠിതമായി നേതാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സേവകനാണ്. ഖാദിം അല്ലേ? അമീർ തു ഖാദിം ഹേ, ഖാദിമോൻ കാ ഖാദിം ഹേ. ഉറുദുക്കാർ പറഞ്ഞൊരു വാക്കാണ്. അമീറെ, നിങ്ങൾ നേതാവല്ല, നിങ്ങൾ ആരാണ്? സേവകനാണ്. അമീർ തു ഖാദിം ഹേ, ഖാദിമോൻ കാ ഖാദിം ഹേ. നിങ്ങൾ നേതാവല്ല, നിങ്ങൾ സേവകനാണ്, സേവകന്മാരുടെയും സേവകൻ. ഇവിടെ കൂടിയവരൊക്കെ വാർഡ് തലത്തിലെ, പഞ്ചായത്ത് തലത്തിലെ, അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലെ നേതാക്കന്മാരായിരിക്കും. നേതാക്കന്മാർ സ്വയം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഒരിക്കലും അതിൻ്റെ മുമ്പേ നടന്നിട്ട് തീരുമാനിക്കുന്നവരല്ല, സ്ഥാനമാനങ്ങൾക്ക് മോഹിക്കേണ്ടവരല്ല. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. എപ്പോഴോ എഴുതി വെച്ചിട്ട് ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് 1-2 തവണ. പിന്നെ നമ്മളെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ സി രാധാകൃഷ്ണൻ എഴുതിയൊരു നോട്ടുണ്ട് മാതൃഭൂമി പത്രത്തിൽ. മറന്നു പോകരുത് ആ വരികൾ, അത് നമുക്കും വേണ്ടിയുള്ള വരികൾ കൂടിയാണ്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ, ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം. പണ്ട് മലപ്പുറം ജില്ലയിലെ കൊടപ്പനക്കൽ തറവാട്ട് മുറ്റത്ത് ഒരു മഹാദിവ്യൻ ജീവിച്ചിരുന്നു. എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഓരോ മിനിസ്റ്റേഴ്സിനെയും 5 മിനിസ്റ്റർമാരെ തെരഞ്ഞെടുത്തിരുന്നത് ആ മുറ്റത്ത് വെച്ചിട്ടായിരുന്നു. ആര് മിനിസ്റ്ററാകണമെന്ന് തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ 22ഓളം MLA മാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കുന്നതും അതേ മുറ്റത്ത് വെച്ചിട്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവരെങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് നിയമസഭയിലേക്ക് എത്തി നോക്കിയിട്ടില്ല. ആ വാക്കിൻ്റെ ഡെപ്ത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകണ്ടോ? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് വേണമെങ്കിൽ എന്താകായിരുന്നു? പല സ്ഥാനങ്ങളിലേക്കൊക്കെ ആകായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിലായിരുന്നു ഇടം. ഒരിക്കലും ഏതിലേക്ക് പോയില്ല. ഒരു MP ആകാനോ ഒരു മന്ത്രിയാകാനോ, വേണമെങ്കിൽ CH ആയ പോലെ ഒരു ഉപമുഖ്യമന്ത്രിയൊക്കെ നോക്കായിരുന്നു അല്ലേ? പറ്റൂലേ? അതിനുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ശിഹാബ് തങ്ങൾ നിങ്ങളിങ്ങനെ കാണുന്ന പോലല്ല. എനിക്ക് 2 അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഒന്ന്, ഞങ്ങളൊരു UK ക്യാമ്പസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി, B സ്കൂൾ ഉദ്ഘാടനത്തിന് വേണ്ടി UK നിന്ന് 2-3 ഇംഗ്ലീഷുകാരെ കൊണ്ടുവന്നു. അവിടുത്തെ ആൻഡീംസിനെ പോലുള്ള പ്രൊഫസർമാരെ. അന്ന് ഉദ്ഘാടനത്തിന് വിളിച്ചത് തങ്ങളെയാണ്. സത്യത്തിൽ തങ്ങൾ വിദേശത്താണ് അന്ന് പഠിച്ചതെന്ന് അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം സുന്ദരമായ ഇംഗ്ലീഷിലാണ് അന്ന് സ്പീച്ച് നടത്തിയത്. കാരണം ഇംഗ്ലീഷ് അറിയുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും തങ്ങൾ അതെന്നെ പറയാൻ നിൽക്കുക. ചില ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും അതെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ അടങ്ങറാണോ അവരെ കൊണ്ട്. ഞാൻ പറയാൻ മനസ്സിലായോ? ഇംഗ്ലീഷ് അറിയുമെന്ന് വിചാരിച്ചിട്ട് അല്ല, ഒരു കോമൺലി അതിൽ പറയുന്നവരാണെങ്കിൽ പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ആണ്ട് ചൂടുണ്ടാകും. പറയാൻ മനസ്സിലായോ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് വശത്താകാൻ വേണ്ടി. പക്ഷേ അതിനൊരു പരിപാടിയാക്കി വെച്ചാൽ ചില ആൾക്കാരുണ്ട് അങ്ങനെ. ഞാൻ യുകെക്ക് പോകുന്ന സമയത്ത് ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് അവിടെ മുഹമ്മദ് എന്നൊരു സുഹൃത്ത് പറഞ്ഞതാണ്. പിന്നെ അങ്ങനെ ഞാൻ പോരുമ്പോൾ എന്നോട് പറഞ്ഞു, പേരക്കുട്ടികളെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് യുകെക്ക് പോകണം. ആ സാധുവിന് ഫ്ലൈറ്റ് എങ്ങനെ കയറാമെന്നറിയില്ല, എങ്ങനെ പോകേണ്ടതെന്നറിയില്ല. ഏതായാലും അങ്ങോട്ട് വന്നു. അങ്ങനെ അദ്ദേഹം വരുന്നത് എന്തിനാ അറിയോ? ഒരു 5-6 മാസം അവിടെ നിൽക്കാനാണ്, പേരക്കുട്ടികളെ കൂടെ നിൽക്കാൻ.
അങ്ങനെ തിരിച്ചിട്ട് പോരുന്ന സമയത്ത് നമ്മളൊരു 15 ദിവസം കഴിഞ്ഞ് അവിടുന്ന് പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പേരക്കുട്ടികൾക്കും തിരിയണില്ല, പേരക്കുട്ടികൾ പറഞ്ഞത് എനിക്കും തിരിയണില്ല. കാരണം പേരക്കുട്ടികൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ വാപ്പ ഇമ്മി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരൊന്നുമല്ല, ഈ മലയാളി ഇവിടുന്ന്, അതും അറബിൻ്റെ കൂടെ ചാടിപ്പോയ ആളൊക്കെയാണ്. എന്നിട്ട് മക്കളിതേ പറയിപ്പിക്കുള്ളൂ. നമ്മൾ മൾട്ടി ലാംഗ്വേജിൻ്റെ ആൾക്കാരാണ്. മലയാളം പറയേണ്ടത് അത് പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് പറയേണ്ടടുത്ത് അത് പറഞ്ഞാൽ മതി. ഒരു ഭാഷ അറിയുമെന്ന് വിചാരിച്ചിട്ട് എന്താക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ പറയണത് പ്രൊഫഷണലിസത്തോടു കൂടി സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടൻ ആളുകളെ പോലും കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഞാൻ ശാബദങ്ങൾ കണ്ടത് അതാണ്. സുന്ദരമായ ഇംഗ്ലീഷ് അറിയാമായിരുന്നിട്ടും ഒരിക്കലും ആ ഇംഗ്ലീഷിനെ പുറത്തെടുത്തിരുന്നില്ല, അതിൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രമല്ലാതെ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ കിതാബ് ഓതി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം. എല്ലാ കിതാബും കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഓതുന്നൊരു സാധനമാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ. എല്ലാ വിഭാഗം ആൾക്കാരും അത് ഓതും. സലഫികളും ഓതും, ജമാഅത്തെ ഇസ്ലാമിക്കാരും ഓതും, സുന്നികളും ഓതും. കാരണം എന്താണെന്നറിയോ? അസ്രാറിൽ ഹക്കീക്കത്താണ്. അസ്രാറെ ഹക്കീക്കത്ത് അഥവാ പിന്നെ അസ്രാറെ ഹക്കീക്കത്തു സുന്നത്തിൻ്റെ ഹക്കീക്കത്തിൻ്റെ അസ്രാറുകൾ. റുക്കൂ എന്തിനാണ്, സുജൂദ് എന്തിനാണ്, സുജൂദിൽ എന്ത് സംഭവിക്കുന്നു, ഇടയ്ക്കുള്ള ദുആ എന്താണ്, അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ്, അടിപൊളി ഗ്രാഹ്യമായതാണ്. ഹസ്രത്ത് ഷാ വലിയുള്ള മുഹദ്ദിസ് ദൈലവി റഹ്മത്തുള്ളാഹിയുടെ ആ കിതാബ് തുടങ്ങാൻ ഞങ്ങൾക്ക്, ഞാൻ നമ്മൾ വലിയ പണ്ഡിതനൊന്നും അല്ല കേട്ടോ, എന്നാൽ ആ കിതാബ് തുടങ്ങാൻ അതിൻ്റെ മുഖദ്ദിമ വളരെ ശക്തമാണ്. നമ്മളൊന്ന് വായിച്ചു നോക്കിൻ. ആ മുഖദ്ദിമ അറബിയിലാണ്, എല്ലാ കിതാബിൻ്റെ അറബിയിലാണ്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്നാണ് കിതാബിൻ്റെ പേര്. അത് ഫസ്റ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. ശിഹാബ് തങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് അറബി മാത്രമായിരുന്നു അന്നത്തെ ക്ലാസ്. ഹുജ്ജത്തുൽ ബാലിഗ വായിക്കുന്നു, അതിലെ സാഹിത്യ അറബിയെ സിമ്പിൾ അറബിയിലേക്കാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, പടച്ചോനെ ഇദ്ദേഹം എവിടെ ഓതിയതാണ്, ഈജിപ്തിലെ ഖൈറോ യൂണിവേഴ്സിറ്റിയിൽ ഓതിയ ആളാണല്ലോ എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് സിമ്പിളായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളോട് പെരുമാറുമ്പോൾ നമ്മൾ സിമ്പിളായിരിക്കണം. ആളുകളുടെ ഭാഷ നമുക്കും നമ്മുടെ ഭാഷ ആളുകൾക്കും അറിയണം. പക്ഷേ ചില സമയത്ത് അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും സിമ്പിളായിട്ട് മാത്രം പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാർക്ക് ഉയർച്ച വരുന്നില്ല. ശശി തരൂർ ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, ശശി തരൂർ പറയുന്നുണ്ട്, ഇതൊന്നും വിടരുതേ, അദ്ദേഹം കേട്ടാൽ കുറച്ച് പ്രശ്നമായിട്ട് ചിലത് കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ, ശശി തരൂർ പറയുന്നുണ്ട്, എൻ്റെ സംസാരം ഞാൻ ഇത്ര ടഫാക്കുന്നത് 20% ആർക്കും മനസ്സിലാകരുത് എന്നതുകൊണ്ടാണ്. ഞാൻ മനസ്സിലായ? കാരണം 20% ഒരു കുട്ടിക്ക് മനസ്സിലാവരുത്. ദാറ്റ് ഈസ് ശശി തരൂർ. അപ്പോഴേ ഞാനാവുള്ളൂ. മനസ്സിലായോ? അങ്ങനെയും ചില ഡിപ്ലോമാറ്റിക് തീരുമാനങ്ങൾ ഉണ്ടാവണം. കാരണം മൂപ്പര് US പോയി സംസാരിക്കുന്നു, UK പോയി സംസാരിക്കുന്നു, UK ആൾക്കാരനെ മേപ്പിട്ട് പോക്കണം. കാരണം അവർ സിമ്പിൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇയാൾ ഭയങ്കര ടഫ് ഇംഗ്ലീഷിൽ പറയാണ്. ഒരു ഇന്ത്യനായ ആൾ അത്രമാത്രം ഉയരത്തിലേക്ക് എത്തുകയാണ്. മനസ്സിലായോ? എന്നാൽ മലയാളത്തെ പോലെ സുന്ദരമായി സംസാരിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാകും, അവർക്ക് അതും ആകാം. അപ്പോൾ ഷാഫി ചാലിയം ഉദാഹരണത്തിന് പറയാം. ഷാഫി ചാലിയം മലയാളം പറയും പോലെയാണ് പാർലമെൻറ്റിൽ എന്ത് പറഞ്ഞത്, ഇംഗ്ലീഷ് പറഞ്ഞത്. വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ എന്നാൽ ഒഴുക്കോട് കൂടി. സോറി, ഷാഫി ചാലിയല്ല, ഷാഫി പറമ്പിൽ. നമ്മളെ നേതാവിനെ ഓർമ്മ വന്നില്ലേ? ഷാഫി പറമ്പിൽ അതിമനോഹരമായിട്ട് എന്താക്കുന്നു, ഇംഗ്ലീഷിൽ സംവദിക്കുന്നു. അപ്പോൾ അത് വേറൊരു സ്ട്രാറ്റജിയാണ്, ചിലത് വേറെ സ്ട്രാറ്റജിയാണ്. എന്നാൽ ബനാത്തു ബാല സാഹിബിൻ്റെത് വേറെ സ്ട്രാറ്റജി ആയിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടെർമിനോളജി ആയിരുന്നു. ആ ബനാത്തു ബാല സാഹിബിൻ്റെ ഇത് തർജ്ജമ കുറച്ച് പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടെർമിനോളജി ഉണ്ടല്ലോ, ഇസ്ലാഹിയായ അൽഫാദുകൾ എന്ന് പറയുന്ന സാധനം, അഥവാ ടെർമിനോളജി, ആ വാക്കുകൾ കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. ഉദാഹരണത്തിന് ഒരു ടെർമിനോളജിയാണ് എന്ത്, ഏതെങ്കിലും ഒരു ഇതിന് ഫിലോസഫിയിലേക്ക് അല്ലെങ്കിൽ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഇല്യൂമിൻറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയണ്ടേ? അല്ലാതെ ഇല്യൂമിൻറ്റ് മൈൻഡ് എന്ന് അറിയണേ നമ്മളിങ്ങനെ ഇല്യൂമിൻറ്റ് മൈൻഡ് എന്നാണ് തർജ്ജമ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇൻറ്റ്യൂഷൻ മൈൻഡ്, ഓവർ മൈൻഡ്, സൂപ്പർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ പറയുമ്പോൾ അത് ടെർമിനോളജിയാണ് സൈക്കോളജിയുടെ. അതേമാതിരി ഇക്വിലിബ്രിയം, അത് ഏതിൻ്റെ, എക്കണോമിക്സിൻ്റെ ഒരു ടെർമിനോളജിയാണ് ഇക്വിലിബ്രിയം. ഡിമിനിഷിങ് യൂട്ടിലിറ്റി, ഇത് എക്കണോമിക്സിൻ്റെ ഒരു ടെർമിനോളജി. ആ ടെർമിനോളജി വെച്ച് സംസാരിക്കലായിരുന്നു സത്യത്തിൽ ബനാത്തു ബാല സാഹിബിൻ്റെ ക്വാളിറ്റി. ഇപ്പം നിങ്ങൾക്ക് അല്ലേ ഓരോ ടെർമിനോളജി ഉണ്ടാകും, മെഡിക്കൽ ടെർമിനോളജി, ഓരോ ടെർമിനോളജി വെച്ച് സംസാരിക്കും. അത് വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ പറയുന്നത് നേതാക്കന്മാർ വ്യത്യസ്തമായി വായിക്കണം, വ്യത്യസ്തമായി പഠിക്കണം, വ്യത്യസ്തമായ ലോകത്തിലൂടെ സഞ്ചരിക്കണം, എന്നിട്ട് ആളുകളെ പിന്നിൽ നിന്ന് നയിക്കണം. ആ പിന്നിൽ നിന്ന് നയിക്കുന്നവനെയാണ് സത്യത്തിൽ നേതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ആളുകളും ഉയരത്തിലെത്തും. ഇപ്പം നമ്മളാഗ്രഹം എന്താ? ഇപ്പം ഇവിടെ ഒരു ഉദാഹരണം പറയട്ടെ, നിങ്ങൾ തിരൂർ മണ്ഡലത്തെ പറ്റി പറയല്ല. ഒരാൾ പ്രസംഗിക്കാൻ കയറിയാൽ, ഏത് നിങ്ങൾ മെയിനായിട്ട് കൊണ്ടുവന്ന ആളല്ല, അതല്ലാത്തൊരാൾ ഇങ്ങനെ നിന്നവർ ഞാൻ തുടങ്ങി എപ്പോഴാണ് ആ അവസാനിക്കൽ, ഇതായിരിക്കും നമ്മളെ ചിന്ത. എന്നാൽ KMCCൻ്റെ പരിപാടിയിൽ ആ സാധു ഒരു 10 മിനിറ്റ് സംസാരിച്ചോട്ടെ എന്ന് മനസ്സിൽ വെക്കണമല്ലോ.
അപ്പോഴല്ലേ ഇതെന്നും ഇങ്ങനെ കുറേ ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കാൻ നിന്നാൽ എങ്ങനെ നടക്കുക? നിങ്ങളും ആവണ്ടേ അങ്ങനെ? ആണോ അല്ലേ? നിങ്ങൾ പറ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ആവണം അങ്ങനെ. അല്ലാതെ എന്നും ഇങ്ങനെ പിന്നെ സുലൈമാൻ മേപ്പത്തൂർ വരിക, അല്ലെങ്കിൽ വേറുള്ളവർ വരിക, അല്ലെങ്കിൽ അതിലും മേലുള്ളവർ വരിക, അല്ലെങ്കിൽ അതിലും മേലുള്ളവർ, അത് നമ്മൾ ശൈലാക്കരുത്. നിങ്ങൾ ഇങ്ങനെ വിളിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരണം, നിങ്ങൾ ക്ലാസ് എടുക്കണം, നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് എന്താണ്? റീഡ് റീഡ് റീഡ്. വായിക്കുക വായിക്കുക വായിക്കുക. നമ്മളെവിടെ വായിക്കണേ? വായിക്കണ്ട ഇല്ല. അപ്പൊ സ്പെഷ്യലായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ബുക്സ് വായിക്കണം നമ്മൾ. നിങ്ങൾ കണ്ടപ്പോൾ നമ്മളെ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് എഡ്യൂക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പഴയ പ്രീ ഡിഗ്രിക്കാരനായിരിക്കും, ആണോ അല്ലേ? പക്ഷെ ഒരു ജനറൽ ടോപ്പിക് സംസാരിക്കുമ്പോൾ ഏതോ ഒരുപാട് PhD എടുത്ത ആളെ പോലെ സംസാരിക്കുക. ഓൺലി റീസൺ ഏതാണ്? ആ റീസൺ എന്താണ്? വായനയാണ്, റീഡിംഗ് ആണ്. എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല? അപ്പം നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് പഴയ 10ാം ക്ലാസ്സേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രീ ഡിഗ്രി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പഴയ പുതിയ +2 ഉണ്ടാവുള്ളൂ. അതൊന്നും പ്രശ്നമാക്കരുത്. പഠനത്തേക്കാൾ മികച്ചത് വായനയാണ്. പഠനത്തേക്കാൾ മികച്ചത് എന്താണ്? വായനയാണ്. കുർക്കോളി സാഹിബ് ആ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് സംസാരിക്കും. ഒരുപാട് എഡ്യൂക്കേഷൻ, ചിലർക്ക് തോന്നൽ എന്താണ്? ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ടായാലല്ല. എഡ്യൂക്കേഷൻ നല്ലതാണ്, ബാക്കപ്പ് നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താക്കണം? വായിക്കണം. ഓൾ ഓഫ് യു സ്റ്റാൻഡ് പ്ലീസ്. ഒന്നും കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാട്ടെ. ലെഫ്റ്റ് റൈറ്റ് ഒന്ന് തിരിഞ്ഞാട്ടെ. എല്ലാവരും ഒന്നും കൂടി കൈ കൊടുക്കും, ഒന്നും കൂടി ഹഗ് ചെയ്തോളി. കുറച്ചും കൂടി സ്നേഹം കൂടാൻ ഞാൻ ഒരു വാക്ക് പറഞ്ഞു തരട്ടെ? ചെയ്യോ? ഇല്ല, നെറ്റിയിലൊന്ന് ഉമ്മ കൊടുക്കും. കൊടുത്തോളി അങ്ങോട്ട് നെറ്റിയിൽ ഉമ്മ. അതൊക്കെ നമുക്ക് ചളുപ്പായിരിക്കും, പക്ഷെ കൊടുക്കണം. ഒന്ന് കൊടുത്തു നോക്കി നിങ്ങൾ, എന്തൊരു രസമാണെന്ന് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോളി, സ്നേഹം വരണം. നിങ്ങളിങ്ങനെ ചുംബിച്ചപ്പോൾ പണ്ടാറടക്കം ഇവനല്ലേ ഇപ്പോൾ ഞാൻ ചുംബിക്കണമെന്ന് വിചാരിക്കണ്ട. സ്നേഹം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇരുന്നോളി. ഇനി വേറൊരു സാധനമുണ്ട്, ഫ്ലഗ്മാറ്റിക്. മൂന്നാമത്തെ ലീഡർഷിപ്പാണ് ഏത്? ഫ്ലഗ്മാറ്റിക്. PH അവിടുന്ന് തുടങ്ങുക, LE. ഫ്ലഗ്മാറ്റിക്. ഫ്ലഗ്മാറ്റിക് എന്താ ഫ്ലഗ്മാറ്റിക്? ആർക്കെങ്കിലും ഒരു അർത്ഥം എന്നാ പറയാം? വളരെ റിലാക്സ്ഡ് ആയിട്ട് കഴിയുന്ന ആൾക്കാർ. ഞാനും എൻ്റെ കുടുംബം, എൻ്റെ കച്ചവടം, അതിൻ്റെ പേരാണ് എന്ത്? ഫ്ലഗ്മാറ്റിക്. PHLE GMATIC. ഫ്ലഗ്മാറ്റിക്. ഫ്ലഗ്മാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്? മെലങ്കിളി. MELON മെലങ്കിളിക്. GLIC. ഓക്കെ, ആരോടാ പോയി പറഞ്ഞതില്ലേ? നേതാക്കന്മാർ കണ്ടെത്തുക. മെലങ്കിളിക്. അതിന് മുമ്പ് പറഞ്ഞത് എന്താ? അതിന് ശേഷം പറഞ്ഞത് എന്താ? നമുക്കൊക്കെ കുറച്ചൊരു പ്രകൃതം, പെട്ടെന്ന് ചൂടാകുക, പെട്ടെന്ന് കോളറിക്. ഇപ്പൊ മൂന്നാമത് പറഞ്ഞത് ഏതാണ്? ഫ്ലഗ്മാറ്റിക്. ഫ്ലഗ്മാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് കഴിയുന്ന ആള്. സൊസൈറ്റീൻ്റെ കാര്യത്തിനും ഞാനില്ല, വേറെയുള്ളതിനും ഞാനില്ല. ഇടങ്ങേറുകളൊന്നും. ചില ആൾക്കാരെ നാട്ടിൽ പറയല്ലോ, മൂപ്പര് സൂപ്പറാന്നറിയും. ഇല്ല, ചില നാട്ടിലുണ്ടാവും നിസ്കരിച്ച് നോമ്പോറ്റ് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ. സമൂഹത്തിലൊന്നും ഇടപെടൂല, പിന്നെ മൂപ്പര് സൂപ്പർ തന്നെ ആയിരിക്കും. സമൂഹത്തിൽ ഇടപെടുമ്പോഴേ ഈ സൂപ്പർ അല്ലാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒന്നുമില്ല വിചാരിച്ചോളി, സംഭാവന വരുന്നവർക്ക് കൊടുക്കണം, വേറൊരു കാര്യം നമ്മൾ അറിയണില്ല, പിന്നെ എന്താ പറയുക, പിന്നെ ഡിസ്പ്യൂട്ട് നമ്മളെ പെരയ്ക്ക് എത്തണില്ല, നമ്മളെ പെരയുന്ന ഒരു നിക്കാഹിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണില്ല, അല്ലെങ്കിൽ അളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മക്കളെ വിഷയത്തിൽ ഇടപെടണില്ല, അമ്മമാരുടെ വിഷയത്തിൽ ഇടപെടണില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ സൂപ്പറായിരിക്കും. ഇടപെട്ടാൽ അയാൾക്ക് അനുകൂലമല്ലെങ്കിലോ നമ്മളാകെ ബടക്കെട്ട ആളുമായിരിക്കും. സെൽഫിഷ് എന്ന് പറയാൻ വയ്യ. ഇതെന്താന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ആളുകളാണ് സത്യത്തിൽ എന്ത്. അവർ ചിലപ്പോൾ സൊസൈറ്റിയിൽ ഇടപെടും ചെറുതായിട്ടൊക്കെ, വലിയ രീതിയിൽ എന്താകൂല, സേഫ് സോണിലായിരിക്കും അവരുണ്ടാവുക. അതിൽ പ്രത്യേകിച്ച് ആരും വെറുപ്പിക്കൂല. അങ്ങനെ കുറേ ആൾക്കാർ ഓലെ കൊണ്ട് വലിയ അടങ്ങൂറ് കണക്കാരോ, ആരും വെറുപ്പിക്കൂല.
മനസ്സിലായോ? ഒരാളോട് പറഞ്ഞ പറയും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, എന്താ ഇപ്പം നമ്മൾ കാട്ടുക, എന്നിട്ട് ഇവനോട് വന്നിട്ട് പറയും മൂപ്പര് പറഞ്ഞത് ശരിയല്ല എന്നല്ലേ എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ അല്ലാതെ എങ്ങനെ പോവും കുറേ കാലം. അങ്ങനെ നമ്മളെ പഞ്ചായത്തിലും ഇങ്ങനെ തന്നെ കിടക്കണോ അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, ഫ്ലാഗ്മാറ്റിക് ആയിട്ടുള്ള ആൾ ഇതിൽ ഏതാ ഒന്ന് കൈപ്പൊക്കിയാട്ടെ, ഇതിൽ ഫ്ലാഗ്മാറ്റിക് മെൻറ്റാലിറ്റി ഉള്ളവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഞാൻ നിങ്ങൾ ഡോക്ടേഴ്സിന് അത് പറയല്ല കേട്ടോ. മിക്കവാറും ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ നിങ്ങളല്ലാത്തതുകൊണ്ടല്ല ഇവിടെ വന്നത്. മിക്കവാറും ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, CA ഇതൊക്കെ എന്തായിരിക്കും, ആ സേഫ് സോണിൽ ഇങ്ങനെ കഴിഞ്ഞ് പോണ ആൾക്കാരായിരിക്കും അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? ശരിയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇദ്ദേഹം അതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഡോക്ടർ MK മുനീർ ഒരു ഡോക്ടറാണ്, മനസ്സിലായ? അപ്പം ഏത് ഫ്ലാഗ്മാറ്റിക് കുറച്ചൊക്കെ വരും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എത്ര പേരുണ്ടെന്ന് ആ മെൻറ്റാലിറ്റി ഉള്ളവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഫ്ലാഗ്മാറ്റിക് മെൻറ്റാലിറ്റി ഉള്ളവർ, അതായത് ഇപ്പം തന്നെ ആലോചിച്ചാൽ അറിയാം, പെണ്ണുങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടാവും, നിങ്ങളെവിടെ, നിങ്ങൾ KMCC ആയിട്ട് നടക്കണം, അപ്പോത്തിന് പേടിയാകുണ്ടാവും അല്ലേ? അങ്ങനത്തെ ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്ന് ആ മീറ്റിങ്ങിന് വന്നാലും എന്താക്കും എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനേക്കാളും അത് സംഭവം അവർ പണിഞ്ഞാൽ കഴിഞ്ഞ കഥ, അവർ പണിഞ്ഞാൽ കഴിഞ്ഞ കഥ. അതിന് മനോഹരമായിട്ട് അവരുടെ സപ്പോർട്ടില്ല എങ്കിൽ പോയി അല്ലേ? മുനവ്വർ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഇങ്ങനെ ഒരു ഏജാണ്, അവിടെ കുറേ മുമ്പ് തന്നെയുള്ള പരിചയങ്ങളാണ്. അപ്പോൾ വാപ്പ US പിന്നെ ട്രീറ്റ്മെൻറ്റിലാകുന്ന സമയത്ത് ഉമ്മ മരിക്കണത്. പക്ഷേ ഉമ്മ മരിച്ചത് അറിയിച്ചില്ല. ഉമ്മ മരിച്ചത് ശിഹാബ് തങ്ങൾ അറിയിച്ചതേയില്ല. ആ ചികിത്സയിൽ ഇങ്ങനെ എന്താക്കി മുന്നോട്ടിങ്ങനെ പോവാണ്. മുന്നോട്ടിങ്ങനെ പോകുന്ന സമയത്ത് ചുരുക്കി പറഞ്ഞാൽ പാണക്കാടെത്തി. പാണക്കാട്ടേക്കുള്ള വാഹന മധ്യത്തിൽ പറഞ്ഞത്രേ, പിന്നെ അവിടെ വന്നിട്ട് അവസാനം എന്തേപ്പോൾ പറഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായി. കാരണം എന്ന് വെച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഭാര്യയാണ്. ഈ സൊസൈറ്റിയിൽ കിടന്ന് നിറഞ്ഞ് തുളുമ്പുമ്പോഴും ആളുകളുടെ മുഴുവൻ വിഷയങ്ങളിൽ മൊത്തത്തിലായിരിക്കുമ്പോഴും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ അത്രമാത്രം സ്നേഹത്തോടെ, കാരണം അത് ആരുടെ മോളാ, ആരോടാ പറയുന്നത്, ആരുടെ, ബാഫക്കി തങ്ങളുടെ മകളാണ്. ബാഫക്കി തങ്ങളുടെ സ്വന്തം മകളായതുകൊണ്ട് ആ ക്വാളിറ്റി എന്നും പുലർത്തിയിരുന്നു.